എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറ, കാക്കിപ്പട, ശേഷ 2016 എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് കറ എന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ധനുഷ് നായകനായ ഈ ഒരു സിനിമയിൽ മമിത ബൈജു ആണ് നായികയായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഏപ്രിൽ 30-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചത്. ജൂൺ ആദ്യവാരം തന്നെ കറയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കാക്കിപ്പട എന്ന സിനിമയെ പറ്റിയാണ്. ശരത് അംബാനി നായകനായ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വാറണ്ട് എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു തമിഴ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT ZEE5-ൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ഒമൻ സീസൺ 3 എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ശേഷ 2016 എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള കന്നഡ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സത്യ ലീലാവതി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് കോമഡി ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ സൺ നെക്സ്റ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ബസൂക്ക ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഡിനോ ഡെനീസ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനായി എത്തിയിരിക്കുന്നത്. ZEE5 ആണ് ഈ ഒരു സിനിമയുടെ OTT ആദ്യം വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ മാസം അവസാനം തന്നെ ബസൂക്കയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഫാന്റസി കോമഡി ത്രില്ലർ സിനിമയാണ്. അജു വർഗീസ് നായകനായ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന ഒരു പൊളിറ്റിക്കൽ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചാണ് എത്തുന്നത്. ഇപ്പോഴിതാ പാട്രിയോട്ടിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ZEE5 ആണ്. ജൂൺ 5-ന് ZEE5-ൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന ടൊവിനോ തോമസ് നായകനായി എത്തിയ സിനിമയെ പറ്റിയാണ്. ഇതൊരു പീരിയോഡ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈം ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചതെന്ന് സംസാരമുണ്ട്. ജൂൺ അവസാനമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ദുരന്തർ 2 ദ റിവെഞ്ച് ഒരു ഹിന്ദി സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ദുരന്തർ 2-ന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-നാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ദുരന്തർ 2-ന്റെ OTT റിലീസ് ഉണ്ടാകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ടെർബി എന്ന മലയാള കോമഡി ഓഫ് ഏജ് സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മാർച്ച് 27-നായിരുന്നു ഈ ഒരു സിനിമയുടെ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കൻകജുറ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോണി ലീവാണ് കൻകജുറയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 30-ന് തന്നെ കൻകജുറയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മാരവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ഫാമിലി ഡ്രാമ റൊമാൻസ് സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവാണ്. സോണി ലീവിൽ ഈ മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പൈഡർ നോയർ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു ലൈവ് ആക്ഷൻ സൂപ്പർ ഹീറോ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. മെയ് 27-ന് ആമസോൺ പ്രൈമിൽ വെബ് സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.